ശ്രീ രാഹുൽ ഈശ്വർ ശ്രീ അങ്ങനെ കിടത്താം ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, റിജിൽ മാക്കുറ്റിയും അവരവരുടെ രാഷ്ട്രീയ വർഷം പറയട്ടെ. അത് ഉറപ്പായും അത് പറയാനാണ് അവരെ വിളിച്ചതും. പക്ഷേ ആക്ച്വലി പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമല്ല. ഇപ്പോൾ ഈ പറയുന്ന ശബരിമലയിൽ നിന്നും ഈ കള്ളന്മാർ ചേർന്ന് സ്വർണം മോട്ടിച്ച് ഈ പറഞ്ഞ് ഗോവർദ്ധനോട് കൊടുത്തു. ഗോവർദ്ധൻ അതിൻ്റെ പണം കൊടുത്തു. ഈ തൊണ്ടി അവിടുന്ന് കണ്ടെത്തി. അവിടെ തീർന്നു വന്ന നറേറ്റീവൊക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും ഇവിടുന്ന് കണ്ടെത്തിയ സ്വർണ്ണമാണെന്ന് ഒരു സ്ഥിരീകരണം SIT പറയുന്നില്ലെന്ന് മാത്രമല്ല, ശബരിമലയിൽ നിന്നെടുത്ത സ്വർണ്ണം ഇവിടെ പോയി അന്വേഷിക്കണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്, SIT പറയുന്നത്. അതിനിടയിൽ വരുന്ന അടുത്ത വിവരം ഒരു ഡീമണി വരുന്നുണ്ട്. ഡീമണിക്ക് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ, ഈ പറയുന്ന ഒരു വാഹനം നിറയെ പണവുമായി കൊടുത്തു എന്ന പ്രവാസി വ്യവസായിയുടെ മൊഴി വരുന്നുണ്ട്. അന്വേഷണം എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ശ്രീ രാഹുൽ ഈശ്വർ, ഈ പറയുന്ന രാഷ്ട്രീയ പോർവിളികൾക്കിടയിൽ നമ്മുടെ അയ്യപ്പന്റെ സ്വർണ്ണം എവിടെ പോയി എന്നത് ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ. ഹാഷ്മി, രണ്ട് കാര്യങ്ങൾ. ഹാഷ്മിയുടെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി വളരെ കാര്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കുശലം പറയുന്ന ചില ചിത്രങ്ങളാണ് വൈഡ്ലി അവൈലബിൾ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തെറ്റുമില്ല. ഒരു പരിപാടി വെച്ച് ഒരാളെ കാണുന്നു, മര്യാദയ്ക്ക് സംസാരിക്കും. ഇതേപോലെ തന്നെ സോണിയാഗാന്ധിയോ നാളെ BJP നേതാക്കളോ ആരെങ്കിലും കാണുമ്പോൾ ഈ ചിത്രങ്ങൾ വെച്ച് അവരെ അപകീർത്തിപ്പെടുത്തുക, ഗിൽറ്റ് ബൈ അസോസിയേഷൻ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. രണ്ട്, ഇപ്പൊ ഹാഷ്മി പറഞ്ഞാണ് പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണം എവിടെ? തൂക്കം ഒപ്പിച്ച് ചില ആൾക്കാരെ രക്ഷിക്കാൻ നോക്കുകയാണോ? സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ സാറിന്റെ ബെഞ്ചും ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചും അതിശക്തമായ രീതിയിൽ വാദങ്ങൾ മുമ്പോട്ട് വെക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്നാമത് വന്ന ജാമ്യാപേക്ഷയുടെ ഭാഗമായി വന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ബെഞ്ചിലെ പറഞ്ഞ കാര്യങ്ങളെ വേണ്ട രീതിയിൽ ഗൗരവത്തോടെ എടുത്തോന്ന് സംശയമാണ്. ഹൈക്കോടതി നെഗറ്റീവ് പറഞ്ഞില്ല. മുഖ്യമന്ത്രി പോലും അത് മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു സൂചനകൾ വെച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഹൈക്കോടതി അങ്ങനെ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. കാര്യം ഇത് ഹൈക്കോടതിയുടെ സുവോമോട്ടു കേസാണ്. ഹൈക്കോടതി തന്നെ സ്വമേധയാ കേസെടുത്ത് മുമ്പോട്ട് വരുന്നതാണ്. ഹൈക്കോടതി തന്നെ 8 മുതൽ 9 ചോദ്യങ്ങൾ വരെ എഴുതി കൊടുത്ത് അത് അന്വേഷിക്കണമെന്ന് പറയുന്നതാണ്. അവിടെയാണ് 3 കാര്യങ്ങളിലേക്ക് ഇത് ചുരുക്കാം. ഒന്ന്, ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. രണ്ട്, ആ സ്വർണം മറിച്ച് വിറ്റതാണോ മുറിച്ച് വിറ്റതാണോ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത് ഒരു കള്ളത്തെ ബേസ് ചെയ്താണ്. അതായത് ഓൾറെഡി ചെമ്പ് ഉരുക്കി, സ്വർണം ഉരുക്കി, അതുകൊണ്ട് ആ ചെമ്പ് ചീത്തയായി, ആ സ്വർണം ഞങ്ങൾ കുറെയൊക്കെ തിരിച്ചു വന്നു, 10 പവൻ മാല കൊടുത്തു, കുറച്ച് അന്നദാനം കൊടുത്തു, അങ്ങനെ തൂക്കം ഒപ്പിച്ച് അവസാനം 500-600 ഗ്രാം മാത്രമേ നഷ്ടമായുള്ളൂ എന്നൊരു ധാരണ കൊടുത്ത് ആ വിഷയം തീർന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ സേക്രഡ് വാല്യൂ, ഡിവൈൻ വാല്യൂ വെച്ച് സുഭാഷ് കപൂർ മോഡൽ എന്ന് ഹൈക്കോടതി വിധിയിൽ എഴുതുന്നതാണ്. ഓർക്കണം, ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിൽ പറയുന്നതല്ല, ഹൈക്കോടതി വിധി എഴുതുന്നതാണ്. അതായത് ആന്റിക് മാർക്കറ്റിന്, ഹെറിറ്റേജ് ഹിസ്റ്ററി വാല്യൂ മാർക്കറ്റിന്, സേക്രഡ് റിലിക്സിന്റെ മാർക്കറ്റിന് ഡിവൈൻ വാല്യൂ ഉണ്ട്. അത് ശതകോടികളിലാണ് സെയിൽ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഡീല് നടന്നിട്ടുണ്ടോ? അതും ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിച്ച മുമ്പ് ആഭ്യന്തരമന്ത്രിയായ ഒരാൾ സീരിയസ് ആയ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് വളരെ കാര്യമായി എടുത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും സത്യം വെളിയിൽ വരികയും വേണം. രാഷ്ട്രീയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കുറ്റം പറയാം. പക്ഷേ രാഹുൽ ഈശ്വരുടെ മാസം 3 പോവാ. മാസം 3 പോയിട്ടും ഈ കേരളത്തിന്റെ അഭിമാന ക്ഷേത്രത്തിൽ നടന്ന ഒരു കൊള്ളയിൽ അവിടുന്ന് എടുത്തുകൊണ്ട് പോയ സ്വർണം, അത് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ദ്വാരപാലകരുടെ പാളി തന്നെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. ആ സ്വർണം എവിടെയാണെന്ന് സ്ഥിരീകരണമില്ല. അത് കടൽ കടന്ന് ഏതോ രാജ്യത്ത് പോയെന്ന കാര്യത്തിൽ അറിയില്ല. ഈ പറയുന്ന ദ്വാരപാലയുടെ പാളികൾ മൊത്തത്തിൽ ആരോ കടത്തിയോന്ന് അറിയില്ല. നമുക്കൊന്നും അറിയില്ല കേട്ടോ രാഹുൽ ഈശ്വർ. മാസം 3 അത് മടികൂടാതെ പറയാം, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, പ്രത്യേകിച്ച് ദ്വാരപാല ശില്പങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നത്. എനിക്കിത് പറയുമ്പോൾ വേദനിക്കുന്നുണ്ട്, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അതിന്റെ സത്യം കണ്ടെത്തുകയും അതിന്റെ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിന് പകരം ഒരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിം നമ്മൾ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് എത്രയും പെട്ടെന്ന് ആ സ്വർണം തിരിച്ചെടുക്കണം. അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഇടപെടൽ വേണം. ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. അതുകൊണ്ട് തന്നെ സീരിയസ് ആയി ഈ വിഷയങ്ങൾ എടുത്ത് അത് കൊണ്ടുവരികയാണ്. അത് പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമിന് വേണ്ടി മാറ്റി വെക്കണമെന്നുള്ളതാണ് താഴ്മയായുള്ള അഭ്യർത്ഥന. അല്ലാതെ ഇത് പരസ്പരം തർക്കിച്ച് തീർക്കാനുള്ള ഒരു വിഷയമല്ല. ആ സ്വർണം നമുക്ക് തിരിച്ചെടുക്കണം. ആ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമാണ്. ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. അതുകൊണ്ടാണ് ഒരു വരി കൂടെ പറയാം. കടകംപള്ളി സാർ അടക്കം ഇതിനെ ആരും സാധാരണ ഭക്തരോ ഒന്നും പറയാത്ത എന്തുകൊണ്ടാണ്? കോടതി ഒന്നും കടകംപള്ളി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശബരിമലയുടെ സുപ്രീം കോടതി വിധി ന്യായം തെറ്റിപ്പോയി എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ഒരാൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളാണ്. അതുകൊണ്ട് ഇത് കോംപ്ലക്സ് ആയ ഒരു വിഷയമാണ്. ആ വിഷയത്തെ കഴിയുന്നത്ര രാഷ്ട്രീയവൽക്കരിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇതിന്റെ സത്യം
എടുക്കുകയും തിരിച്ച് അമ്പലത്തിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും ആ സ്വർണം തിരിച്ചെടുക്കാനുള്ള ഏറ്റവും സത്വരമായ നടപടികൾ മുമ്പോട്ട് വേണം. ഇനി ഒറ്റ വരി കൂടെ, കുറച്ചുകൂടെ നല്ല പ്രോസസ്സും പ്രൊസീജിയറും വേണം. അതടക്കം കൊണ്ടുവന്ന് ദേവസ്വങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു സമീപനം നടത്തണം. അങ്ങനെ നടത്തിയ മുമ്പത്തെ ആള് അനിൽകുമാർ സഖാവിന്റെ പാർട്ടിയിലെ സഖാവ് ശ്രീ ജി സുധാകരനെ പോലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് കക്ഷി രാഷ്ട്രീയമല്ല വിഷയം, അതിനും അപ്പുറമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ വികാരമുണ്ട് എന്നൊരു തിരിച്ചറിവ് വേണമെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളോട് താഴ്മയായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.